ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ ഗോബീർ ജോലർ മാജ് എന്ന ബംഗാളി സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ 4 സ്ത്രീകളെ കാണിക്കുന്നു. 4 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഈ 4 പെൺകുട്ടികളിൽ ചന്ദ്രിമ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഭർത്താവ് അവളെ വഞ്ചിക്കുകയാണ്. ഹൃദയം തകർന്ന് ഈ വിവരം അവൾ തൻ്റെ മറ്റ് 3 ഫ്രണ്ട്സിനോട് പറയുകയും എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്, അവരുടെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ വന്നാൽ അവർ നമ്മളെ ഉപേക്ഷിച്ചു പോകും എന്ന് പറയുകയും ചെയ്യുകയാണ്. എന്നാൽ അത് അംഗീകരിക്കാൻ അവളുടെ 3 ഫ്രണ്ട്സും തയ്യാറാകുന്നില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം വളരെ നല്ലവരാണ്, നിന്റെ ഭർത്താവിനെ പോലെ അല്ല എന്ന രീതിയിൽ അവിടെ ഒരു തർക്കം നടക്കുന്നു. ആ തർക്കത്തിനൊടുവിൽ ഒരു മത്സരം വെക്കാമെന്ന് അവർ ചോദിക്കുകയാണ്, അതായത് ഒരു ഗെയിം. ആ ഗെയിമാണ് പിന്നീട് ഒരു വലിയ വിപത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. അതായത് തൻ്റെ 3 ഫ്രണ്ട്സിനോടും അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, നീ ഇവളുടെ ഭർത്താവിനോട് പോയി അല്പം പ്രേമം നടിച്ച് സംസാരിക്കണം, നീ ഇവളുടെ ഭർത്താവിനോട് പോയി സംസാരിക്കണം. അങ്ങനെ നിങ്ങൾ 3 പേരും മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരോട് സംസാരിച്ച് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഉത്തമന്മാരാണോ അതോ എൻ്റെ ഭർത്താവിനെ പോലെ വഞ്ചകരാണോ എന്ന് കണ്ടുപിടിക്കണം എന്ന രീതിയിൽ അവൾ ഒരു ഗെയിം പറയുന്നു. ഇത് കേട്ടാൽ ആ 3 കൂട്ടുകാരികളും അവളെ അടിക്കുമെന്ന് കരുതിയെങ്കിലും അവരും ആ ഗെയിമിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ആ 3 ഭർത്താക്കന്മാരും അറിയാതെ ഇവർ മാറി മാറി സംസാരിച്ച് ഒടുവിൽ അതൊരു വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുന്നു. അതെല്ലാമാണ് അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് വളരെ ആകാംക്ഷയോടെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കഥയിൽ മൊത്തം 4 നായികമാരാണുള്ളത്. അവരുടെ പേരുകൾ പറയാം, നന്നായി ഓർത്തു വെക്കണേ. ഇപ്പൊ കാണിക്കുന്നവളുടെ പേരാണ് ചന്ദ്രിമ. നേരത്തെ പറഞ്ഞില്ലേ ഇവളുടെ ഭർത്താവാണ് ഇവളെ വഞ്ചിച്ചതെന്ന്. പിന്നീട് വലിയ പൊട്ടു വെച്ചിരിക്കുന്ന ഇവളുടെ പേര് ആരാധിക. ഇവിടെ കണ്ണട വെച്ചിരിക്കുന്ന ഇവളുടെ പേര് ഭാനു എന്നാണ്. കാണാൻ ഒരു സേട്ട് പെൺകുട്ടിയെ പോലെ ഇരിക്കുന്ന ഇവളുടെ പേര് ദിവ്യ. തുടക്കത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം, എന്നാൽ തുടർന്ന് ഈ കഥ കേട്ടാൽ ആ കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ആകെ മനസ്സിലാവും. ഈ 4 സ്ത്രീകളും ഞായറാഴ്ച ആയാൽ ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്ത് സംസാരിക്കും. അങ്ങനെ അവിടെ ഇരുന്ന് വൈൻ കുടിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ചന്ദ്രിമ തൻ്റെ കൂട്ടുകാരികളോട് വന്നിട്ട് തൻ്റെ ഭർത്താവ് തന്നെ വഞ്ചിച്ചുവെന്നും അയാൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് കരയുന്നത്. അവളുടെ 3 കൂട്ടുകാരികൾക്കും അതൊരു വലിയ ഷോക്കായിരുന്നു. നിന്റെ ഭർത്താവ് വളരെ നല്ലവനല്ലേ, ഞങ്ങളോടൊക്കെ നന്നായി സംസാരിച്ചിരുന്നല്ലോ, അയാൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണെന്ന് നീ നേരിട്ട് കണ്ടോ എന്നവർ ചോദിക്കുകയാണ്. ഇല്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ആ പെൺകുട്ടിയോട് ഫോണിൽ സംസാരിക്കുന്നത്, രാത്രി പുറത്തു പോകുന്നത്, ഇപ്പോഴൊക്കെ എൻ്റെ അടുത്തേക്ക് പോലും അദ്ദേഹം വരാറില്ല. എന്താണെന്ന് ചോദിച്ചാൽ നീ തടിച്ചിട്ടാണ്, എനിക്ക് തന്നെ ഇഷ്ടമല്ല, വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാരണങ്ങൾ പറയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ തന്നെ ഉണ്ടായി. അപ്പോഴാണ് എൻ്റെ ഭർത്താവിനോട് എന്താണ് കാരണമെന്ന് ഓപ്പണായി ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്നും ആ പെൺകുട്ടിയുമായി ഞാൻ നല്ല അടുപ്പത്തിലാണെന്നും എനിക്ക് വിവാഹമോചനം വേണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനോട് വഴക്കിട്ടു. വിവാഹമോചനമൊന്നും തരാൻ കഴിയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ നടന്നു. എന്നിട്ടും അദ്ദേഹം അത് കേട്ടില്ല. അദ്ദേഹം എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ, നിന്റെ വയറ്റിലുള്ളത് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നൊരു കാര്യം കൂടി അവൾ പറയാണ്. ഇത് കേട്ട് അവളുടെ 3 കൂട്ടുകാരും വീണ്ടും ഞെട്ടാണ്. ഹേയ്, നീ എന്തീ പറയുന്നത്, അപ്പോൾ നീ ഗർഭിണിയാണോ? നീ ഗർഭിണിയായിരിക്കുമ്പോഴാണോ അദ്ദേഹം ഇങ്ങനെ പെരുമാറിയത് എന്ന് ചോദിച്ച് അവർ സങ്കടപ്പെടുകയാണ്. അപ്പോൾ കണ്ണട വെച്ച ഭാനു എന്ന പെൺകുട്ടി, ചില പുരുഷന്മാർ ഇങ്ങനെയായിരിക്കും, നിന്റെ ഭർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ നീ പെരുമാറാൻ നോക്ക്, അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയാണ്. ചന്ദ്രമതി പറയുന്നുണ്ട്, അതിനൊക്കെ ഞാൻ എത്രയോ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയാൽ തന്നെ വെറുതെ തടിച്ചു എന്ന് വിളിച്ച് വളരെ മോശമായി സംസാരിക്കും എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ആരാധിക എന്ന പെൺകുട്ടിയും ഭാനുവും മാറി നിന്ന് സംസാരിക്കുകയാണ്. നമുക്ക് ചന്ദ്രിമയുടെ ഭർത്താവിനെ വിളിച്ച് ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയാലോ, ഇവളെ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട് എന്നൊക്കെ അവർ ചർച്ച ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു തർക്കം വരുന്നു. അതായത് ചന്ദ്രിമ പറയുന്നുണ്ട്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെ തന്നെയാണ്, നാട്ടുകാരുടെ മുന്നിൽ ഉത്തമൻ എന്ന് പറയുന്ന എല്ലാവരുടെയും അടുത്തേക്ക് ഒരു പെൺകുട്ടി അവളായിട്ട് അടുത്ത് ചെന്നാൽ അവരുടെ ഉത്തമനായിട്ടുള്ള ആ മുഖംമുടി അഴിഞ്ഞു വീഴുകയും എൻ്റെ ഭർത്താവിനെ പോലെ തന്നെ അവരും പോവുകയും ചെയ്യും. ഇത് കേൾക്കുന്ന 3 സ്ത്രീകൾക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നിന്റെ ഭർത്താവ് അങ്ങനെ പോയതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അങ്ങനെ പറയരുത് എന്ന് പറയുന്നു. അപ്പോൾ കണ്ണട വെച്ച പെൺകുട്ടി ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്രിമ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് ഒരു പണക്കാരനാണ്, നീ ചോദിക്കുന്ന എല്ലാം വാങ്ങിത്തരുന്നു, കാശ് തരുന്നു, അതുകൊണ്ടല്ലേ നിനക്ക് അദ്ദേഹത്തോട് ഇത്ര സ്നേഹമുള്ളത്. ഇത് കേട്ട് ആരാധിക ദേഷ്യപ്പെടുമ്പോൾ, നീ എന്തിനാ ആരാധിക ദേഷ്യപ്പെടുന്നത്? നിന്റെ പുരുഷനോട് നീ സന്തോഷമായി സംസാരിക്കുന്നത് കിടക്കയിൽ വെച്ച് മാത്രമാണ്, അതിനു വേണ്ടിയല്ലേ നീയും നിന്റെ ഭർത്താവും എന്ന് ചന്ദ്രിമ ചോദിക്കുന്നു. മതി, നിർത്ത നിന്റെ സംസാരം, അതിലിടക്കുന്നുണ്ട്. നീ പാവമാണെന്ന് കരുതിയപ്പോൾ നീ ഞങ്ങളെ കുറ്റം പറയാണോ എന്ന് അവർ ഒച്ചയിടുന്നു. അപ്പോൾ ചന്ദ്രിമ പറയുന്നുണ്ട്, എന്താ ദിവ്യ നീ ഒച്ചയിടുന്നത്, നിനക്ക് പാചകം ചെയ്യാൻ അറിയില്ല, നിന്റെ വീട്ടിലെ ജോലിക്കാരിയെ പോലെയല്ലേ നീ നിന്റെ ഭർത്താവിനെ വെച്ചിരിക്കുന്നത്, നീ സംസാരിക്കാമോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ, നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ഉപേക്ഷിച്ച് പോകണമെന്ന് അവർക്ക് തോന്നിയാൽ തന്നെ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തും. അവിടെ ആ ആരാധിക ഒരു കഥ പറയുന്നു. എപ്പോഴൊക്കെ എൻ്റെ ഭർത്താവിന് എന്നോടുള്ള താല്പര്യം കുറയുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലും. TV-യിൽ ലവ് സോങ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ഇരിക്കും. എൻ്റെ ഭർത്താവിന് എൻ്റെ കയ്യിലെ നീണ്ട നഖങ്ങൾ ഇഷ്ടമല്ല, ഇത് വെട്ടിക്കളഞ്ഞിട്ട് വന്നുകൂടെ എന്ന് ചോദിക്കും.
പക്ഷെ അദ്ദേഹം എന്നോടൊപ്പം ഉള്ളത് ഞാൻ കൊടുക്കുന്ന ഒരു ചെറിയ സമ്മാനമാണ് ഈ നഖങ്ങൾ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പോറലുകൾ. അതും അദ്ദേഹം ആസ്വദിക്കും എന്ന് അവർ വളരെ ആസ്വദിച്ച് പറയാണ്. ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥ പ്രസന്റിലേക്ക് വരുന്നു. അതായത് ഇവർ സംസാരിച്ച് 1 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ കഥ കാണിക്കുകയാണ്. അപ്പോൾ കണ്ണട വെച്ച ആ ഭാനു എന്ന പെൺകുട്ടി വീട്ടിലിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നു. അവൾക്ക് നേരത്തെ തന്നെ 2 കുട്ടികളുണ്ട്. മാഡം, ഈ ചന്ദ്രമതിയുടെ ഫ്രണ്ട് അല്ലേ നിങ്ങൾ? നിങ്ങളുടെ ഫ്രണ്ട് ചന്ദ്രിമ അവർ പെട്ടെന്ന് ടെറസിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചു. വീട്ടിൽ അവരുടെ ബോഡി വന്നിട്ടുണ്ട്, പെട്ടെന്ന് വാ എന്ന് പറയുന്നു. ഇത് കേട്ട് അവൾ ഞെട്ടിത്തരിക്കുകയാണ്. അപ്പോഴാണ് അവൾ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇവൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അന്ന് ഞങ്ങൾ മീറ്റ് ചെയ്ത് സംസാരിച്ചതും അതിനുശേഷം ഞങ്ങൾ കളിച്ച ആ ഗെയിമും ആണല്ലോ എന്നോർത്ത് അവൾ ഭയപ്പെടുന്നു. എന്താണ് ആ ഗെയിം എന്നത് ഇതിന് ശേഷം നമ്മൾ കാണാൻ പോവാണ്. ഉടനെ തന്നെ ഭാനു തന്റെ മറ്റു കൂട്ടുകാരികളായ ആരാധികയും ദിവ്യയും വിളിക്കുന്നു. 3 പേരും ബാത്റൂമിൽ വന്ന് സംസാരിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ എഴുന്നേക്കും എന്ന് പറയുമ്പോഴാണ് ഈ ചന്ദ്രിമ പെട്ടെന്ന് ടെറസിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ച കാര്യം പറയുന്നത്. ഇപ്പോൾ ഈ 3 പേർക്കും വലിയൊരു ഷോക്ക് ആവുന്നുണ്ട്. അവർ 3 പേരും വേഗത്തിൽ മുഖം കഴുകുന്നത് കാണിക്കുന്നു. ഇപ്പോൾ അതിൽ1 മാസം പിന്നോട്ട്, അതായത് അന്ന് ആ റെസ്റ്റോറൻറ്റിൽ ഇവർ 4 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു ഗെയിമിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ, ആ ഭാഗത്തേക്ക് കഥ പോവാണ്. ഈ ചന്ദ്രിമ അവളുടെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഈ 3 കൂട്ടുകാരികളും അവരവരുടെ ഭർത്താക്കന്മാരെ വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നത് ചന്ദ്രിമ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിയടി, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർ വളരെ ഉത്തമന്മാർ തന്നെ ആയിരിക്കട്ടെ. ഞാനൊരു ഗെയിം പറയാം. ഇതൊരു ബെറ്റായിട്ടോ എന്ത് വേണമെങ്കിലോ വെക്കാം. ആ ഗെയിം നിങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം നിങ്ങൾ കളിക്കണം. പക്ഷേ അതിൽ ചില റൂൾസ് ഒക്കെ ഉണ്ട്. ആ ഗെയിമിന്റെ അവസാനം നിങ്ങളുടെ ഭർത്താക്കന്മാർ ഉത്തമന്മാരാണോ അല്ലയോ എന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിൽ അവിടെ ഒരു ഗെയിം പറയുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ, ഹേ ആരാധിക, നീ എന്ത് ചെയ്യണം? ഇവളുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ നോക്കണം. നീ എന്ത് ചെയ്യും? ദിവ്യയുടെ ഭർത്താവിനെ വളയ്ക്കാൻ നോക്കണം. ദിവ്യ, നീ എന്ത് ചെയ്യണം? ആരാധികയുടെ ഭർത്താവിനെ വളയ്ക്കാൻ നോക്കണം. ഒരു 10 ദിവസത്തെ സമയം എടുത്തോളൂ. ആ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ 3 പേരുടെയും ഭർത്താക്കന്മാരുടെ തനിനിറം മനസ്സിലാവും. ഞായറാഴ്ച ആയാൽ നമ്മൾ ഇവിടെ മീറ്റ് ചെയ്യും. ആ ആഴ്ച മുഴുവൻ എന്തൊക്കെ നടന്നു അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. എന്താ, ഗെയിമിന് നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ശരി, ഈ ഗെയിമിൽ എന്തൊക്കെ റൂൾസ് ആണുള്ളത് എന്ന് ഈ 3 പേരും ചോദിക്കുകയാണ്. ഒന്നാമത്തെ റൂൾ, ഇവിടെ 3 പേരും മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെയാണ് വളയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോഴോ ഒന്നും തൊട്ടൊക്കെ സംസാരിക്കാൻ പാടില്ല. രണ്ടാമത്, ഈ റിലേഷൻഷിപ്പ് എങ്ങനെ പോയാലും അതിനെ സീരിയസ് ആയി എടുക്കാൻ പാടില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട റൂൾ, ഞായറാഴ്ച എന്നെ മീറ്റ് ചെയ്ത് ഓരോരുത്തരും എന്ത് ചെയ്തു എന്ന സത്യം എന്നോട് പറയണം. അങ്ങനെയില്ലെങ്കിൽ ഈ ഗെയിമിൽ നിങ്ങൾ തോറ്റു എന്നാണ് അർത്ഥം എന്ന് ചന്ദ്രിമ പറയാണ്. ഇപ്പോൾ ഈ 3 പേരും ആ ഗെയിമിന് സമ്മതിക്കുന്നു. അതുവരെ സുഹൃത്തുക്കളായിരുന്ന ആ 4 സ്ത്രീകളും ഇപ്പോൾ ശത്രുക്കളായി മാറാൻ തുടങ്ങുന്നു. ഇപ്പോൾ കട്ട് ചെയ്താൽ കഥ പ്രസന്റിലേക്ക് വരുന്നു. ചന്ദ്രിമ മരിച്ചു പോയല്ലോ. ഇപ്പോൾ ആ കേസ് അവിടെ ഒരു പോലീസ് ഇൻസ്പെക്ടർ കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹം നേരെ വന്ന് ഈ കണ്ണട വെച്ച പെൺകുട്ടിയായ ഭാനുവിനോട് ചോദിക്കുകയാണ്, പെട്ടെന്ന് എന്തിനാണ് ചന്ദ്രിമ ടെറസിൽ നിന്ന് താഴേക്ക് ചാടിയത്? എന്താണ് സംഭവിച്ചത്? അവർക്ക് എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. ചന്ദ്രിമയുടെ ഭർത്താവിന് വേറൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ് അവൾ കരഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ പെട്ടെന്ന് അവൾ ജീവിതം അവസാനിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇവരും പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ദിവ്യയോടും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദിവ്യയും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അവസാനം ആരാധികയോടും അന്വേഷിച്ചിട്ട് നിങ്ങളെ 3 പേരെയും എപ്പോൾ വേണമെങ്കിലും ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും എന്ന് പറഞ്ഞു പോവാണ്. വലിയൊരു അപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. അതായത് അതാണ് ചന്ദ്രിമയുടെ വീട്. അവിടെ നിന്നാണ് ചന്ദ്രിമ താഴേക്ക് ചാടി മരിച്ചത്. ഇപ്പോൾ അവരുടെ ബോഡിയും അവിടെ പരിശോധനയ്ക്ക് അയക്കുന്നു. അപ്പോൾ കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. തന്റെ കൂട്ടുകാരി ചന്ദ്രിമയോട് ഈ 3 സ്ത്രീകളും മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ പോയി ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു വന്നെങ്കിലും ഇവർ 3 പേരും പോകാൻ ഭയപ്പെടുന്നു. ചന്ദ്രിമയും അന്ന് രാത്രി വിളിച്ചിട്ട്, എന്താടി മത്സരം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ സൈലന്റ് ആയിരിക്കുകയാണോ എന്ന് ചോദിച്ച് ഈ 3 പേരെയും ഇതിൽ ഉൾപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു താടിക്കാരനെയാണ് കാണിക്കുന്നത്. ഈ താടിക്കാരനാണ് ദിവ്യയുടെ ഭർത്താവ്. അങ്ങനെ അദ്ദേഹത്തെ ഈ ഭാനു വിളിച്ചിട്ട്, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്, എൻ്റെ ഫ്രണ്ട് ദിവ്യയ്ക്ക് പോലും അതറിയില്ല, നമുക്കൊന്ന് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് വിളിക്കുകയാണ്. അടുത്തതായി ദിവ്യ ആരാധികയുടെ ഭർത്താവിനെ വിളിച്ച് പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മീറ്റ് ചെയ്യാൻ വിളിക്കുന്നു. ആരാധിക ഭാനുവിന്റെ ഭർത്താവിനെ വിളിച്ച് മീറ്റ് ചെയ്യാൻ വരാൻ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ഭാനു വന്ന് ദിവ്യയുടെ ഭർത്താവിനെ മീറ്റ് ചെയ്യാണ്. അങ്ങനെ സ്ലോ മോഷനിൽ ഭാനുവിനെ കാണുന്ന ദിവ്യയുടെ ഭർത്താവായ ആ താടിക്കാരൻ സ്റ്റണ്ണിങ് ആയി വല്ലാത്തൊരു അവസ്ഥയിലാവുന്നുണ്ട്. മറുവശത്ത് ദിവ്യ ആരാധികയുടെ ഭർത്താവിനെ കാണാൻ വരുന്നു. അദ്ദേഹം ഒരു കാറിൽ വെച്ചാണ് ഇവർ 2 പേരും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ആ കാറിലേക്ക് ദിവ്യയും കയറാണ്. അവസാനം ആരാധിക ഭാനുവിന്റെ ഭർത്താവിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അദ്ദേഹം അല്പം പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ വാ, എന്താ കാര്യമെന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഈ പോലീസുകാരൻ, അതായത് കഥ പ്രസന്റിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം നേരെ വന്ന് ചന്ദ്രിമയുടെ ഭർത്താവിനെ കാണുന്നു. ചന്ദ്രിമ അറിയാതെ നിങ്ങളൊരു പെൺകുട്ടിയുമായി ബന്ധം പുലർത്തിയിരുന്നു, അതുകൊണ്ടാണ് അവർ ജീവിതം അവസാനിപ്പിച്ചത്, എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അയ്യോ സാർ, അതൊന്നുമില്ല, എൻ്റെ ഭാര്യ അറിയാതെ എനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ സത്യമാണ്. പക്ഷെ അതിനുശേഷം അവൾ ആകെ തകർന്നുപോയി.
അത് കഴിഞ്ഞ് ഞാൻ ആ ബന്ധം തന്നെ അവസാനിപ്പിച്ചിട്ട് എൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അവളോടൊപ്പം ചേർന്ന് ജീവിക്കാമെന്ന് അവളോട് തന്നെ ഞാൻ പറഞ്ഞു. അവളും അത് കേട്ട് സമ്മതിച്ച് എന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിതം തുടങ്ങാമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. എൻ്റെ ഭാര്യ ടെറസിൽ നിന്ന് താഴേക്ക് വീണു എന്ന വാർത്ത വന്നു. എനിക്ക് വലിയ ഷോക്കായിപ്പോയി സർ. തീർച്ചയായിട്ടും ഇത് അവൾ തന്നെ ചെയ്ത കാര്യമായിരിക്കില്ല സർ. ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ട്. അവളെ ആരോ ഇങ്ങനെ ചെയ്തതാണ്, ദയവായി കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹവും പറയാണ്. ഇപ്പോൾ ഈ വിവരം ഈ 3 സ്ത്രീകളും അറിയാണ്. അവർക്ക് കൂടുതൽ ഭയമാവുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ അന്ന് ഈ 3 സ്ത്രീകളും ഭർത്താക്കന്മാരെ മാറി മാറി മീറ്റ് ചെയ്തല്ലോ. അപ്പോൾ എന്താണ് നടന്നതെന്ന് കാണിക്കുകയാണ്. ഭാനു ദിവ്യയുടെ ഭർത്താവിനോട് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന വഴക്കുകളെ കുറിച്ച് പറഞ്ഞ് കരയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാറുണ്ട്. അദ്ദേഹം വെറും കാശിനു വേണ്ടി മാത്രമാണ് എന്നെ കൂടെ നിർത്തിയിരിക്കുന്നത്. എന്ത് ചോദിച്ചാലും ചെലവാക്കിയിട്ട് പോകും. എന്നാൽ എൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അങ്ങനെ കരയുമ്പോൾ ഈ ദിവ്യയുടെ ഭർത്താവും ചോദിക്കുന്നുണ്ട്, എന്താ ഭാനു, ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട് ദിവ്യയോട് പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ, അവളോട് മാത്രം പറയരുത്. അവൾ പഴയ പുരാണം പഠിച്ചൊരു ഭർത്താവ്, അതേതോടൊപ്പേ ജീവിക്കാവൂ, അത് ഇത് എന്നൊക്കെ പറയും. എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവിനെയാണ് അവൾ സപ്പോർട്ട് ചെയ്യുന്നത്. ചുരുങ്ങിയത് നിങ്ങളോടെങ്കിലും ഷെയർ ചെയ്യാമെന്ന് തോന്നി എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാണ് ഈ ദിവ്യയുടെ ഭർത്താവുമായി ഈ ഭാനു ഫ്രണ്ട് ആവുന്നത്. മറുവശത്ത് ഇതിനേക്കാൾ വളരെ മോശമായ ഒരു കഥ അവിടെ ദിവ്യ ആരാധികയുടെ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത്, എൻ്റെ ഭർത്താവ് കാരണം എനിക്ക് ഒരുപാട് ക്രൂരതകൾ നേരിടേണ്ടി വരുന്നു. എൻ്റെ ശരീരം മുഴുവൻ മുറിവുകൾ മാത്രമാണുള്ളത്. സത്യം പറഞ്ഞാൽ ഓരോ രാത്രിയിലും എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഒന്നിച്ചിരിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുന്നു. ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ ഭാര്യ ആരാധികയും അവിടെ വലിയ നഖങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒന്നിച്ചിരുന്നതായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുവഴി നിങ്ങൾ മുറിവേറ്റിട്ടുണ്ടാവും. അങ്ങനെ മുറിവേറ്റ ഹൃദയമുള്ള ഒരാളെന്ന നിലയിൽ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നി. അതാണ് നിങ്ങളോട് ഇത് പറയുന്നത് എന്ന് അവരവിടെ പറയുമ്പോൾ ആരാധികയുടെ ഭർത്താവ് ആകെ വശക്കേടാവുന്നുണ്ട്. എന്തായി നിങ്ങൾ പറയുന്നത്? എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഒന്നിച്ചിരിക്കുന്നതൊക്കെ നിന്നോട് പറഞ്ഞു? ഛേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയോടുള്ള ബഹുമാനം പോയി. ഇപ്പോൾ അവരുടെ ഫ്രണ്ടായ ഈ ദിവ്യയോട് ബഹുമാനം വരുന്നുണ്ട്. ഇവിടെ ആരാധിക ഭാനുവിന്റെ ഭർത്താവിനോടും പറയുന്നുണ്ട്, നിങ്ങൾ വലിയ മനുഷ്യനാണ്, നിങ്ങൾക്ക് നരച്ച മുടിയൊക്കെ വന്നു തുടങ്ങി. ചില പ്രശ്നങ്ങൾ പറഞ്ഞാൽ വളരെ മെച്ചുവറായിട്ട് കേൾക്കുമെന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ശരിക്കും എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ പ്രവൃത്തികളൊന്നും ഒട്ടും ശരിയല്ല. ഒരാളെ കൊണ്ട് എനിക്ക് കഷ്ടപ്പാട് മാത്രമാണുള്ളത് എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കി കരയാണ്. അവർക്കറിയാം, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ അടുത്ത് കണ്ണുനീരൊഴുക്കി കരഞ്ഞാൽ ആ ആൺകുട്ടി എങ്ങനെയെങ്കിലും അത് തീർത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് അത് വെച്ച് തന്നെ ഇവിടെ ഭാനുവിന്റെ ഭർത്താവിനെയും അവർ ശ്രമിച്ചതുപോലെ തന്നെ ആ ഭർത്താക്കന്മാരൊക്കെ പതിയെ പതിയെ ഈ സ്ത്രീകൾക്ക് ആശ്വാസം നൽകുക എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഒരുപാട് പങ്കുവയ്ക്കാൻ തുടങ്ങുന്നു. ആരാധികയുടെ ഭർത്താവ് കാറിൽ ഈ ദിവ്യയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഈ വേദനകൾ നേരിടുന്നത്, അതേപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയിൽ നിന്ന് ഞാനും ഈ വേദനകൾ നേരിടുന്നത്. അവൾ എന്നെ ടോർച്ചർ ചെയ്യുകയാണ്. രാത്രിയായാൽ വലിയ വലിയ നഖങ്ങളും വെച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും. ശരീരം എല്ലാം മാന്തി പൊളിക്കും. ഞാൻ ഓരോ ദിവസവും ആ വേദന സഹിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ തെറ്റായി വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ആ നരകത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് വിചാരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഇവിടെ ആരാധിക വളരെ ഇമോഷണലായി സംസാരിച്ചിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ജ്യൂസ് കുപ്പി താഴെയിട്ട് പൊട്ടിക്കുകയാണ്. അറിയാതെ വീണതാണെന്ന രീതിയിൽ അഭിനയിക്കുന്നു. അവരുടെ ശരീരത്തിലും കുറച്ച് വീഴുന്നതായി കാണിക്കുന്നുണ്ട്. ഉടനെ ഭാനുവിന്റെ ഭർത്താവും ആരാധികയെ സഹായിക്കാൻ വേണ്ടി അവരുടെ കൈ പിടിക്കുന്നു. മറുവശത്ത് ഭാനു ദിവ്യയുടെ ഭർത്താവിനോട് റെസ്റ്റോറന്റിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കയ്യിൽ അല്പം കോഫി വീണതുപോലെ അഭിനയിക്കുന്നു. ഉടനെ ഭാനുവിന്റെ കൈ പിടിച്ച് ദിവ്യയുടെ ഭർത്താവും അത് തുടച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ 3 പെൺകുട്ടികളും ആ 3 ഭർത്താക്കന്മാരെയും തങ്ങൾ മത്സരത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ തങ്ങളുടെ വശത്താക്കി കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ഞായറാഴ്ച ഈ വിവരങ്ങളെല്ലാം തങ്ങളുടെ ഫ്രണ്ട് ചന്ദ്രിമയോടും ഇവർ വേർതിരിഞ്ഞ് വന്ന് പറയുന്നുണ്ട്. എപ്പോഴാണോ ഈ 3 ലേഡീസും ഈ 3 ഭർത്താക്കന്മാരുടെ ജീവിതത്തിലേക്ക് വന്നു പോയത്, അപ്പോൾ ഈ 3 ഭർത്താക്കന്മാരുടെയും ജീവിതവും മാറി മറിയാണ്. അവർക്ക് തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതാവുകയും തങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാവുകയും ചെയ്യാണ്. സ്വന്തം ഭാര്യമാർ തങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോലും ഏതോ ഒരു ശത്രുവിനെ പോലെയാണ് ആ ഭർത്താക്കന്മാർ നോക്കുന്നത്. ഇപ്പോൾ ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം കാണിച്ചിട്ട് ഇപ്പോൾ പ്രസന്റിൽ, അതായത് ഈ ചന്ദ്രിമ മരിച്ചതിന് ശേഷം ഈ 3 ഫ്രണ്ട്സും ഒരു കോഫി ഷോപ്പിലേക്ക് സ്ഥിരമായി വരുമല്ലോ. ഞായറാഴ്ച ആയാൽ ആ കടയിലേക്കും വന്ന് വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇപ്പോൾ അവിടെ വെയിറ്ററും വന്നിട്ട് ഇവർ 3 പേർക്കും കോഫി വെക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മാഡം എപ്പോഴും 4 പേരല്ലേ വരാറുള്ളത്, ഇപ്പോൾ 3 പേര് വന്നിട്ടുള്ളൂ, നിങ്ങളുടെ ഫ്രണ്ട് എവിടെ പോയി? അവളിനി വരില്ല, അവൾ മരിച്ചുപോയി എന്നിവർ 3 പേരും പറയാണ്. ഇത് കേൾക്കുന്ന ആ വെയിറ്റർക്ക് കരച്ചിൽ വരുന്നുണ്ട്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുകയാണ്. ഇതും ഈ 3 സ്ത്രീകളും കാണുന്നുണ്ട്. ഇവനെന്തിനാ നമ്മുടെ ഫ്രണ്ട് പോയതിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയം ഇവർക്കിടയിൽ വരുന്നു. അപ്പോഴാണ് അവിടെ മറ്റൊരു കഥ കാണിക്കുന്നത്. അതായത് ഈ ഗെയിം ആരംഭിച്ചതിന് ശേഷം ഈ 4 ഫ്രണ്ട്സിന്റെ ഇടയിലും ഒരു മത്സരവും അസൂയയും വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഈ ഗെയിമിന് നേതൃത്വം നൽകി നടത്തുന്ന ഈ ചന്ദ്രിമ വളരെ ഏകാന്തത അനുഭവിച്ചിരുന്നു. അപ്പോഴൊക്കെ ഈ റെസ്റ്റോറന്റിൽ വന്ന് ഒറ്റയ്ക്ക് മദ്യവെച്ചിരുന്നു. ഇതിനോടകം തന്റെ ഭർത്താവുമായി വഴക്കുകളൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം വിവാഹമോചനമൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്റെ ഫ്രണ്ട്സിനോട് പോലും പറയാൻ കഴിയാതെ അവിടെയുള്ള വെയിറ്ററോടാണ് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നത്. അന്ന് നന്നായി മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി പോലും മറന്നിട്ട് ഈ വെയിറ്ററുടെ കൂടെയാണ് അവർ സമയം ചെലവഴിച്ചതെന്നും
അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ചയോളം വളരെ നന്നായി സംസാരിച്ചുവെന്നും ഇപ്പോൾ ഈ വെയിറ്റർ ആ 3 സ്ത്രീകളോടും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ഈ 3 സ്ത്രീകൾക്കും പോലീസ് കോൾ ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ 3 പേരോടും ഞങ്ങൾ വേറെ വേറെ അന്വേഷണം നടത്തി കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു സംശയം വന്നിട്ടുണ്ട്. നിങ്ങളെ 3 പേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 3 പേർക്കും കൂടുതൽ ഭയമാവുന്നുണ്ട്. കാരണം ശരിക്കും ചന്ദ്രമ സ്വാഭാവികമായ രീതിയിലല്ല മരിച്ചത്, അവരെ ആരോ ഇങ്ങനെ ചെയ്തതാണ് എന്നാണല്ലോ അവിടെ പോലീസ് കണ്ടുപിടിച്ചത്. ഇത് കേട്ട് ഈ 3 ലേഡീസും ഭയപ്പെടുകയാണ്. ഹേയ്, നീ വല്ല ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് ചന്ദ്രമയെ കൊന്നു കളഞ്ഞോ എന്ന് ഓരോരുത്തരോടും മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പോലീസ് നമ്മളെ കണ്ട് ചോദ്യം ചെയ്യും. അപ്പോൾ നമ്മൾ അബദ്ധമൊന്നും പറയരുത്. 3 പേരും ഒരേപോലെയുള്ള ഉത്തരമേ പറയാവൂ. 3 പേരും വീട്ടിലായിരുന്നു എന്ന് പറയണം. 3 പേർക്കും ഫോൺ വന്നു, അതിലൂടെയാണ് ചന്ദ്രമ മരിച്ച വിവരം അറിഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങൾ വന്നത് എന്ന രീതിയിൽ പറയണം. മാറ്റി എങ്ങാനും ആരെങ്കിലും സംസാരിച്ചാൽ അത്രേ ഉള്ളൂ, നമ്മൾ കുടുങ്ങിപ്പോവും എന്ന രീതിയിൽ ഇവർ 3 പേരും പ്ലാൻ ചെയ്യുന്നു. ഇവർ പ്ലാൻ ചെയ്യുന്നതൊക്കെ കണ്ടാൽ ശരിക്കും അവരുടെ ഫ്രണ്ട് ചന്ദ്രമയെ ഈ 3 പേരിൽ ആരോ ഒരാളായിരിക്കും കൊന്നു കളഞ്ഞത് എന്ന് തോന്നുമല്ലോ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് കൂടാതെ ഈ വെയിറ്റർ ആ ചന്ദ്രമയുമായി ഇടപഴകിയതൊക്കെ ഓർത്തു നോക്കുന്നുണ്ട്. അന്ന് രാത്രി കൂടുതലായി മദ്യവെച്ചത് കൊണ്ട് ചന്ദ്രമയെ ഈ വെയിറ്റർ തന്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോഴാണ് ആ ചന്ദ്രമ ഗർഭിണിയാണെന്ന വിവരമൊക്കെ ഈ വെയിറ്റർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് തന്റെ അടുത്ത് ചന്ദ്രമ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തെന്നും അങ്ങനെ നിങ്ങൾ കളിക്കുന്ന ഗെയിമിനെ കുറിച്ചും ചന്ദ്രമ എന്നോട് പറഞ്ഞിരുന്നുവെന്നും ആ വെയിറ്റർ പറയുന്നു. ഇപ്പോൾ ഈ കഥ പ്രസന്റിൽ കേൾക്കുന്ന ആ 3 സ്ത്രീകളും മിഴിച്ചു നിൽക്കാണ്. എന്ത്, ഇപ്പോൾ ഈ വെയിറ്റർക്ക് ഞങ്ങളുടെ കഥയൊക്കെ അറിയാമോ? ഇവർക്കിടയിൽ വലിയൊരു ഭയം വരുന്നുണ്ട്. ഇപ്പോഴാണ് ഈ കഥയിൽ മറ്റൊരു വലിയ ട്വിസ്റ്റ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയാമോ ട്വിസ്റ്റ്? ഇപ്പോൾ നമ്മുടെ ചന്ദ്രമ മരിച്ചുപോയി അവളുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ 3 ഫ്രണ്ട്സും ചന്ദ്രമയോട് പിണങ്ങി അവളുടെ മരണത്തിന് പോലും പോകില്ല. അതിൽ ഈ ഭാനു മാത്രം വളരെ ഇമോഷണൽ ആയിട്ട് ശരി ഒരു തവണ ചന്ദ്രമയുടെ വീട്ടിൽ പോയി അവളുടെ ഭർത്താവിനെങ്കിലും കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് കോളിംഗ് ബെൽ അടിക്കുന്നു. ഇപ്പോൾ ചന്ദ്രമയുടെ ഭർത്താവ് വാതിൽ തുറക്കാണ്. ഭാനു, നീ വന്നോ? നിന്നെ കാണാതിരിക്കാൻ വയ്യ. ഇപ്പൊ പോലും നിന്റെ ഗന്ധം വരുന്ന പോലെ എനിക്ക് തോന്നി. അതാണ് ഞാൻ വാതിൽ തുറന്നത്. ഇതാ നീ വന്ന് നിൽക്കുന്നു. ഞാൻ നിന്നെ അത്രയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയാണ്. ദേവജിത് ഒച്ചത്തിൽ സംസാരിക്കരുത്, ഇവിടെ ചുവരുകൾക്ക് പോലും കാതുണ്ടാവും എന്ന് അവിടെ ഭാനു പറയാണ്. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നത്. ഈ ചന്ദ്രമയ്ക്ക് തന്റെ ഭർത്താവിന് വേറെ ഏതോ ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടി വേറെ ആരുമല്ല, തന്റെ ഫ്രണ്ട്സിൽ ഒരുവളായ ഈ ഭാനു തന്നെയാണ് എന്ന രീതിയിൽ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഭാനു നേരത്തെ തന്നെ ചന്ദ്രമയുടെ ഭർത്താവുമായി ഒരു റിലേഷൻഷിപ്പിലായിരിക്കെ തന്നെ ഇപ്പോൾ ദിവ്യയുടെ ഭർത്താവിനോടും ആ മത്സരത്തിന്റെ ഭാഗമായി സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ മരണാനന്തര ചടങ്ങിൽ വീടിനുള്ളിലേക്ക് വരികയാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ അവൾക്ക് മരിച്ചുപോയ ആ ചന്ദ്രമയുടെ ചിരിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. എന്താണിത്? എന്റെ കാതിൽ മാത്രമാണോ കേൾക്കുന്നത്, അതോ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ എന്നോർത്ത് അവൾ ഭയപ്പെടുന്നു. പാതി വഴിയിൽ നിന്ന് തന്നെ ആ വീട് വിട്ട് ഓടുകയാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ചന്ദ്രമ തന്റെ ഭർത്താവിന് വേറൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് ആദ്യമായി തന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തന്നെ താൻ ഗർഭിണിയാണെന്ന കാര്യവും പറഞ്ഞിരുന്നല്ലോ. അതെല്ലാം കേട്ടിട്ട് ആ ഗെയിമിനും സമ്മതിച്ചിട്ട് ഈ ഭാനു നേരെ ചന്ദ്രമയുടെ ഭർത്താവിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യമുണ്ട് അവളോട് വിവാഹമോചനം ചോദിച്ചിട്ട് ഈ വീട് വിട്ട് പോകാൻ പറയാൻ? ഇങ്ങോട്ടേക്ക് നോക്ക്, നമ്മൾ 2 പേരും തമ്മിലുള്ള ഈ ബന്ധം വെച്ചുകൊണ്ട് നീ അവളെ വിവാഹമോചനം ചെയ്തിട്ട് എന്റെ കൂടെ ജീവിക്കാമെന്നൊന്നും സ്വപ്നം കാണരുത്. നീ ചന്ദ്രമയെ വിട്ട് വരുന്നത് പോലെ എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ട് വരാൻ കഴിയില്ല എന്നവൾ പറയാണ്. അതൊന്നുമില്ല, ചന്ദ്രമ തടിച്ചിട്ടാണ്, അവളോടൊപ്പം ജീവിതം ജീവിക്കുന്നത് തന്നെ എനിക്കൊരു വെറുപ്പാണ് എന്ന് ആ ഭർത്താവ് പറയാണ്. ഓ, അങ്ങനെ വെറുത്തിട്ടാണോ ചന്ദ്രമയെ നീ ഗർഭിണിയാക്കിയത് എന്ന് ഇപ്പോൾ ഈ ഭാനു വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ 3 പേരും ആ 3 പേരുടെ ഭർത്താക്കന്മാരുമായി അങ്ങനെ രണ്ടാമത്തെ ഗെയിമും നടത്തുകയാണ്. അതിലും ഇപ്പോൾ നമ്മുടെ ദിവ്യയുടെ ശരീരത്തിലുള്ള ചില മുറിവുകൾ ആരാധികയുടെ ഭർത്താവ് നോക്കുന്നുണ്ട്. സത്യത്തിൽ ദിവ്യ മനഃപൂർവ്വം അങ്ങനെ മുറിവുണ്ടാക്കിയതുപോലെ കാണിച്ചതാണ്. എന്നാൽ അത് കണ്ടിട്ട് അദ്ദേഹം, നീ നിന്റെ ഭർത്താവ് കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, നീയും എന്നെ പോലെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് ഇമോഷണൽ ആവുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കൊടുത്തിട്ട്, എന്റെ ഭാര്യയ്ക്കൊന്നും ഇതൊന്നും വാങ്ങിക്കൊടുത്തിട്ടേ ഇല്ല, അവളിതൊന്നും ആഗ്രഹിക്കാറുമില്ല. ഇപ്പോൾ നിനക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഈ കാറ് മുഴുവൻ സുഗന്ധമായിരിക്കുന്നു, മനസ്സും സന്തോഷമാണ് എന്ന് അദ്ദേഹം പറയാണ്. മറുവശത്ത് ഈ ദിവ്യയുടെ ഭർത്താവും ഭാനുവിന് ചില പൂച്ചെണ്ടുകളൊക്കെ വാങ്ങിക്കൊടുത്ത് ചോക്ലേറ്റും വാങ്ങിക്കൊടുത്ത് അവളോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു. എന്റെ ഭാര്യയെ ഞാൻ വെറുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അവൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ്. എനിക്ക് വേണ്ടി ഒരു ദിവസം ആഗ്രഹത്തോടെ പാചകം ചെയ്യുകയാണെന്ന് കരുതി ഞാൻ കിച്ചണിൽ പോയി നോക്കിയാൽ റീൽസിന് വേണ്ടി ആയിരിക്കും പാചകം ചെയ്യുന്നത്. എനിക്ക് അവളോട് ഒരു തരി പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ആദ്യമായി ഈ ഭാനുവിന്റെ കൈ അദ്ദേഹം പിടിക്കുകയാണ്. ഭാനു എത്ര ആണുങ്ങളെയാണ് ഇങ്ങനെ താൻ കൈകാര്യം ചെയ്യുന്നത് എന്ന രീതിയിൽ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തോടും സന്തോഷത്തോടെ സംസാരിക്കുന്നതായി കാണിക്കുന്നു. അവസാനമായി ആരാധിക ഇവിടെ ഭാനുവിന്റെ ഭർത്താവിനോടും തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കേട്ടും അദ്ദേഹത്തോട് ഒന്നുകൂടി അടുക്കാൻ വേണ്ടി കെട്ടിപ്പിടിച്ച് കരയാണ്. നേരത്തെ തന്നെ ഈ ആരാധിക തന്റെ ഭർത്താവിനെ വശീകരിച്ച് അദ്ദേഹത്തെ നിർബന്ധിച്ചാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം ഭാനുവിന്റെ ഭർത്താവിന് മേലും അവർ പ്രയോഗിക്കാൻ തുടങ്ങുന്നു. ഇതിൽ ഭാനുവിന്റെ ഭർത്താവും വളരെ മയങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ആ പോലീസുകാരൻ
വിളിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ 3 സ്ത്രീകളും അന്വേഷണത്തിനായി വരികയാണ്. അങ്ങനെ 3 പേരും പറഞ്ഞു വെച്ചതുപോലെ ഒരേപോലെ സംസാരിക്കുന്നു. രാത്രി ഞങ്ങൾക്ക് ഫോൺ വന്നതിലൂടെയാണ് ചന്ദ്രിക മരിച്ച വിവരം അറിഞ്ഞത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ആ പോലീസുകാരൻ ആ വെയിറ്റർ പയ്യനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ വെയിറ്റർ പയ്യനെ കണ്ടതും ഇവർ 3 പേർക്കിടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാവുന്നുണ്ട്. ഇവർ കളിക്കുന്ന ഗെയിമിനെ കുറിച്ച് ഈ വെയിറ്റർ പയ്യനെ അറിയാമല്ലോ. അതിവിടെ പോലീസിനോട് പറഞ്ഞ് നമ്മളെ കുടുക്കി കളയുമോ എന്ന് വിചാരിച്ച് അവർ വിയർക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് ചന്ദ്രിമയുടെ ഭർത്താവും ഉണ്ട്. അപ്പോഴാണ് ഈ 3 സ്ത്രീകളും പറയുന്നത്, ചന്ദ്രിമയുടെ ഭർത്താവിനോട് ഞങ്ങൾക്കൊരു കാര്യം പറയണമെന്നുണ്ട്. സത്യത്തിൽ ഈ വെയിറ്റർ പയ്യൻ ഞങ്ങൾ പോകുന്ന ഹോട്ടലിൽ വരുന്ന ഒരു വെയിറ്ററാണ്. എന്നാൽ അവൻ സാധാരണക്കാരനല്ല. നിങ്ങളുടെ ഭാര്യ ചന്ദ്രിമയുമായി ഇവനൊരു ബന്ധത്തിലായിരുന്നു എന്ന രീതിയിൽ 3 പേരും ഒരു ബോംബ് പൊട്ടിക്കുന്നു. അതെ, ചന്ദ്രിമയുടെ വിഷയത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പഴിയെടുത്ത് വെയിറ്ററുടെ തലയിൽ വെക്കുന്നത്. ഒരു ദിവസം നിങ്ങളുടെ ഭാര്യ ചന്ദ്രിമ അമിതമായി മദ്യപിച്ച് ഈ പയ്യന്റെ റൂമിൽ തന്നെയാണ് പോയി താമസിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന രീതിയിൽ അവർ പറയാണ്. വെയിറ്ററും അവർ താമസിച്ചത് സത്യം തന്നെയാണ്, എന്നാൽ തെറ്റായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ വരികയാണ്. എന്നാൽ അതിനു മുൻപേ ആ വെയിറ്ററെ വളരെ മോശക്കാരനായ ഒരു പയ്യനായി ഈ 3 സ്ത്രീകളും ചിത്രീകരിക്കുന്നു. പോലീസിനോടും നമ്മുടെ ആരാധിക പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുണ്ടിൽ അല്പം കറ പറ്റിയിരുന്നു. അപ്പോൾ ഈ വെയിറ്റർ പയ്യൻ അടുത്ത് വന്ന് വളരെ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. അവൾ ഒഴിവാക്കിയതുകൊണ്ട് അവിടെ നിന്ന് പോയി എന്നവർ പറയാണ്. അപ്പോൾ ദിവ്യയും ഞാനൊരു ദിവസം ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെയും എൻ്റെ അടുത്ത് വന്ന് മോശമായ ചില പ്രവൃത്തികൾ ചെയ്തു എന്ന രീതിയിൽ വെയിറ്ററുടെ മേൽ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് ഇപ്പോൾ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ എങ്ങനെയോ അവനെ സ്റ്റേഷനിലേക്ക് അയച്ചല്ലോ എന്ന സന്തോഷത്തിൽ ഈ 3 പെൺകുട്ടികളും നമുക്കിനി യാതൊരു പ്രശ്നവും വരില്ല എന്ന രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഈ 3 സ്ത്രീകൾക്കും ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് രാത്രി നിങ്ങളുടെ ഭർത്താവ് ഉറങ്ങിയതിനു ശേഷം 3 പേരും പുറത്തേക്ക് വാ എന്ന് ഇപ്പോൾ അവർ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഇവരും ഒരു 10:30 മണിയോടെ ഓരോ റോഡിൽ വന്ന് കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരെ 3 പേരെയും ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരും വന്ന് കാണുന്നതായി കാണിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ചന്ദ്രിമ മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് നടന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ശരി, ഇപ്പോൾ ഈ വെയിറ്ററെ പോലീസ് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. ഈ വെയിറ്റർ പോലീസിനോട് ഒരു സത്യം പറയാണ്. സാർ, ഞാൻ ചന്ദ്രിമയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതൊക്കെ സത്യമാണ്. എന്നാൽ ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല, നടക്കുകയുമില്ല എന്ന് പറയുന്നു. എന്താണ് ഇങ്ങനെ പറയുന്നത്? സാർ, എനിക്ക് ആൺകുട്ടികളെ മാത്രമാണ് സാർ ഇഷ്ടം, പെൺകുട്ടികളൊന്നും ഇഷ്ടമല്ല സാർ. ചന്ദ്രിമയുമായി ഒരു ഫ്രണ്ടായിട്ടാണ് സാർ ഇടപെട്ടത് എന്ന് അദ്ദേഹം പറയാണ്. ഇത് പോലീസുകാരനും വലിയൊരു ട്വിസ്റ്റായി മാറുന്നുണ്ട്. ഇപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ നായികമാർ 3 പേരുണ്ടല്ലോ, അവരുടെ 3 പേരുടെയും ഭർത്താക്കന്മാർക്കും നമ്മുടെ നായികമാർക്ക് വേറെ ഏതോ ഒരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ ഒരു അൺനോൺ മെസ്സേജ് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഭാര്യമാരുടെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ടാവും, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്ന രീതിയിലും ആ മെസ്സേജിലുണ്ട്. ഇവരും വീട്ടിൽ വന്ന് സ്വന്തം ഭാര്യമാരുമായി ഭയങ്കരമായ വഴക്കിടാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് ചന്ദ്രിമ മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് രാത്രി ഈ 3 സ്ത്രീകളും തങ്ങൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മറ്റു ഭർത്താക്കന്മാരെ കാണാൻ നിൽക്കുമല്ലോ. അവിടെ വന്ന് നമ്മുടെ ആരാധികയ്ക്ക് A എന്ന അക്ഷരമുള്ളൊരു മാലയും, ഭാനുവിന് B എന്ന അക്ഷരമുള്ളൊരു മാലയും, ദിവ്യയ്ക്ക് D എന്ന അക്ഷരമുള്ളൊരു മാലയും അവിടെ ആ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മറ്റു ഭർത്താക്കന്മാർ സമ്മാനമായി നൽകിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പറഞ്ഞു വെച്ചതുപോലെ ഇവർ 3 പേരും ഇതുപോലെ കൊടുക്കുന്നു? ഇവർ 3 പേരും ഇത് വാങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇതിലുമുണ്ട് ട്വിസ്റ്റ്. അതായത് ഇപ്പോൾ ഇവർ 3 പേരും ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്നതും ഈ 3 പേരുടെയും ഭർത്താക്കന്മാരെ മാറി മാറി ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വിവരങ്ങളെല്ലാം ഈ 3 പേരുടെ ഭർത്താക്കന്മാർക്കും അറിയാം. എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതെ, അതങ്ങനെ അറിയാം എന്ന് നോക്കുന്നതിന് മുമ്പ് ഇപ്പോൾ പ്രസന്റിൽ പോലീസിനോടും ഈ വെയിറ്റർ പയ്യൻ ഒരുപാട് സത്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ 3 സ്ത്രീകളും സാധാരണക്കാരല്ല, ഇവർ 3 പേരും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ആ ചന്ദ്രിമയാണ് നടത്തിയത് എന്നെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട് ഇൻസ്പെക്ടർക്കും തല പുകയുന്നത് പോലെ തോന്നുന്നു. എന്തൊരു മോശക്കാരാണ് ഇവർ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. മറുവശത്ത് ചന്ദ്രിമ മരിക്കുന്നതിന് മുൻപ് നമ്മുടെ നായികമാർ 3 പേരുടെയും ഭർത്താക്കന്മാരെ കണ്ട് കൃത്യം ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ ഭാര്യമാരെയെല്ലാം ഞാൻ മീറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു. അന്ന് അവരോടൊരു മത്സരം വെച്ചു. ഇങ്ങനെ മാറി മാറി ഡേറ്റ് ചെയ്യുന്നതാണ് ആ മത്സരം. നിങ്ങളുടെ ചാരിത്രം പരിശോധിക്കാനാണ് ആ മത്സരം എന്ന രീതിയിൽ അവിടെ നടന്ന എല്ലാ സത്യങ്ങളും ചന്ദ്രിമ ആ 3 പേരുടെ ഭർത്താക്കന്മാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് അവർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭാര്യ നല്ലവളായിട്ടേ ഇരിക്കും, നീ പറയുന്നത് പോലെ അവൾ ഒരിക്കലും മറ്റൊരുത്തൻ്റെ കൂടെ പോയി ഡേറ്റ് ചെയ്യില്ല എന്നവർ പറയാണ്. ഇപ്പോഴാണ് ചന്ദ്രിമ ഇങ്ങനെ ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ 3 പേരും ഇപ്പോൾ നിങ്ങൾ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടികൾക്ക് 3 തരത്തിലുള്ള മാലകൾ വാങ്ങിക്കൊടുക്കുക, അതിൽ അവരുടെ പേര് വെച്ച ആ മാല കൊടുക്കുക. അതിനുശേഷം വീട്ടിൽ പോയി നിങ്ങളുടെ ഭാര്യമാരുടെ പേഴ്സിൽ ചെക്ക് ചെയ്ത് നോക്ക്, അവരുടെ പേഴ്സിലും അതേപോലൊരു മാല ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ അവർ ചെക്ക് ചെയ്ത് വരുമ്പോഴാണ് ഇപ്പോൾ ആ മാലകൾ അവർ കാണുന്നത്. അങ്ങനെ ആ മാല വെച്ചിട്ടാണ് സ്വന്തം ഭാര്യമാർ ഇങ്ങനെ ഡേറ്റ് ചെയ്യുന്ന വിവരമൊക്കെ ആ 3 ഭർത്താക്കന്മാരും മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഭാര്യമാർക്ക് പണി കൊടുത്ത് ഭർത്താക്കന്മാർക്കും പണി കൊടുത്ത് കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണ് ആ ചന്ദ്രിമ പോയിട്ടുള്ളത്. ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാരൻ, ആരാടാ ഈ ചന്ദ്രിമ, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വളരെ ഡേഞ്ചർ ആയൊരു സ്ത്രീ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയാണ്. ഇപ്പോഴാണ് ചന്ദ്രിമ തന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു നരകം അനുഭവിച്ചത് കാണിക്കുന്നത്. അതായത് ഒരു ദിവസം തന്റെ ഫ്രണ്ട് ഭാനുവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ തന്റെ ഫ്രണ്ട് ഭാനുവിന്റെ വീട്ടിൽ തന്റെ ഭർത്താവ് കൂടെയുള്ളത് അവർ വിളിച്ചു നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആ വെയിറ്റർ പയ്യനോടാണ് പറഞ്ഞു കരഞ്ഞത്. എന്റെ ഭർത്താവ്
എനിക്ക് നിന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാം, നിനക്ക് വിവാഹമോചനം തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അറിയാതെ ഭാനുവിന്റെ കൂടെ ഒന്നിച്ചാണ്. ഇത്രയും കാലം എൻ്റെ ഭർത്താവ് ബന്ധം പുലർത്തിയ പെൺകുട്ടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നോ? ഇവളോട് ഞാൻ എന്തായാലും പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രിമ ഇങ്ങനൊരു മത്സരം വെച്ച് ഇങ്ങനൊരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയത്. ശരി, ഇത്രയൊക്കെ ചെയ്ത ആ ചന്ദ്രിമയെ ആരാണ് കൊന്നത്? അതിലും ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് അതെന്താണെന്നതിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഈ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർക്കും ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാർക്കും അറിഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ അവരവർ വീട്ടിൽ വന്ന സ്വന്തം ഭാര്യമാരോട് ഭയങ്കരമായ വഴക്കിടാണ്. ഭാര്യ നമ്മളെ വഴക്ക് പറയുമോ എന്ന് ഭർത്താവ് ഭയപ്പെടുന്നുണ്ട്, ഭർത്താവ് നമ്മളെ വഴക്ക് പറയുമോ എന്ന് ഭാര്യമാരും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഭാര്യമാർ കുറച്ച് ആ ഭർത്താക്കന്മാരെയൊക്കെ പറ്റിക്കാനും അവർക്ക് നമ്മളോട് സഹതാപം തോന്നിക്കാനും വേണ്ടി തെറ്റുകളൊക്കെ എടുത്ത് അവിടെ മേൽ തന്നെ വെക്കുന്നുണ്ട്. അതായത് ഭർത്താക്കന്മാരുടെ മേൽ വെക്കുന്നു. നിങ്ങളുടെ ചാരിത്രം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സായി സംസാരിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളെ പരീക്ഷിക്കാൻ വെച്ചത്. നിങ്ങളാണെങ്കിലോ എന്നെ കുറിച്ച് തന്നെ തെറ്റായിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നു. എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഒന്നിച്ച് നടക്കാൻ പോയി, അവൾ എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എന്നോട് സത്യസന്ധത കാണിച്ചില്ല, അതില്ല ഇതില്ല എന്ന രീതിയിൽ എല്ലാ തെറ്റുകളും എടുത്തു വെച്ച് ആ 3 ഭർത്താക്കന്മാരെയും ഭയങ്കരമായ വഴക്ക് പറയുന്നു. ഇപ്പൊ ഒരു 3 പേരും ഭയന്നു പോയിട്ട് അവിടെ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന സ്വന്തം ഭാര്യമാരെ അവിടെ നിർത്തിയിട്ട് ദേവജീത് എന്നോട് ക്ഷമിക്കുക, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ടെസ്റ്റ് വെക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, തെറ്റ് നീയും ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട്, 2 പേരുടെയും മേലെ തെറ്റുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴാണ് അവിടെ മറ്റൊരു ഭയങ്കരമായ ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ഇവർ 3 പേരും ആ ചന്ദ്രിമയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ചന്ദ്രിമയുടെ കൂടെ ഈ 3 ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാരെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ചന്ദ്രിമ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ പോലീസിന് ഈ 3 ഭർത്താക്കന്മാരുടെ മേലും സംശയം വരുന്നു. കാരണം ഇപ്പോൾ 3 പേരിൽ ഒരാളായിരിക്കണം ചന്ദ്രിമയെ കൊന്നിട്ടുണ്ടാവുക. ശരി, അതിന് മുകളിൽ കുഴപ്പിക്കേണ്ട, 3 ഭാര്യമാരും 3 ഭർത്താക്കന്മാരും ജോഡിയായി എല്ലാവരും വാ, മൊത്തമായി അന്വേഷിക്കാം എന്ന രീതിയിൽ ഒരു സ്ഥലത്തേക്ക് വിളിപ്പിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ ആ ഭാര്യമാരൊക്കെ എന്താ ചെയ്തതെന്ന് അറിയാമോ? തങ്ങളുടെ ഭർത്താക്കന്മാരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആരാധിക, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, രാത്രി ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ചന്ദ്രിമ മരിച്ചതായി കോൾ വന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ഭാനുവും ദിവ്യയും പോലീസിനോട് പറയുന്നത്. അവരവരുടെ ഭർത്താക്കന്മാർ അവരവരുടെ കൂടെ ഉണ്ടായിരുന്നതായി പറഞ്ഞതോടെ പോലീസിന് ഈ കേസ് തെളിയിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആ വെയിറ്റർ പയ്യനോട് തന്നെ ചോദിച്ച് യഥാർത്ഥത്തിൽ ചന്ദ്രിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആ വെയിറ്റർ പയ്യനുണ്ടല്ലോ, അവൻ അവൻ്റെ വീട്ടിൽ മരിച്ചു കിടക്കാണ്. അവനെയും ആരോ കൊന്നു കളഞ്ഞു. എന്താണിതെന്ന് നോക്കിയാൽ ഇവിടെ ചന്ദ്രിമയുടെ ശരീരം പരിശോധിച്ചതിൽ അവർക്കൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവരെ ടെറസിൽ നിന്ന് താഴേക്ക് ആരോ തള്ളിയിട്ടിരിക്കുകയാണ് എന്ന രീതിയിലും അതിനു മുൻപ് തന്നെ ചന്ദ്രിമയ്ക്ക് വിഷം കലക്കി കൊടുത്ത് അങ്ങനെ വിഷം കൊടുത്ത് കൊന്നിട്ടാണ് ടെറസിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടത് എന്ന രീതിയിലും അവിടെ റിസൾട്ട് ലഭിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഗെയിമിന് ശേഷം ഈ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ജീവിതം ഇതിനു ശേഷം എങ്ങനെ മാറുന്നു, സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നതെല്ലാം സെക്കൻഡ് സീസണിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫസ്റ്റ് സീസൺ അവസാനിപ്പിക്കുന്നു. സോ സീരീസ് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സീരീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.